കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. പോഷകസമൃദ്ധമായ ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കവും സുപ്രസിദ്ധിയാർജിച്ചതുമായ സുഗന്ധവ്യഞ്ജനവും കേരളത്തിലെ ഒരു പ്രധാന നാണ്യവിളയുമാണ്. വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, റീബോഫ്ലാവിൻ, പൻറ്റോതെനിക് ആസിഡ്, അയൺ, മാംഗനീസ് തുടങ്ങിയ പോഷകങ്ങളാൽ സമൃദ്ധമായ കുരുമുളകിൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയവയും അല്പം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൈപ്പറിൻ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഘടകമാണ്. തെക്കേ ഇന്ത്യയിലെ വനങ്ങളിൽ നിന്നാണ് കുരുമുളക് വള്ളിച്ചെടി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുരുമുളകിൻ്റെ യഥാർത്ഥ ഉറവിടം തേടിയാണ് യൂറോപ്യന്മാർ കേരളത്തിലെത്തിയത്. വള്ളിച്ചെടി പോലെ പടർന്നു കയറുന്ന ഇനമാണ് കുരുമുളക്. പച്ചക്കുരുമുളക് കുലകളിലായി ഉണ്ടാവുകയും അത് ഉണക്കി കറുത്ത കുരുമുളകും തൊലി കളഞ്ഞ് വെള്ളക്കുരുമുളകും ഉണ്ടാക്കുന്നു. ഔഷധ ഗുണമേറെ ഉള്ള കുരുമുളക് മറ്റ് രാജ്യങ്ങളിലെന്ന പോലെ ഇന്ത്യയിലും വയറു സംബന്ധമായ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ദീർഘമായി മഴ ലഭിക്കുന്നതും ശരാശരി ഉയർന്ന താപനിലയും ഭാഗികമായി തണൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ കുരുമുളക് നന്നായി വളരും. കേരളത്തിലെ ഞാറ്റുവേല കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. തണ്ടുകൾ മുറിച്ച് നട്ടാണ് കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായും നടുന്നത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. കുരുമുളക് വള്ളിയുടെ ചുവട്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളർന്നു പോകുന്ന തണ്ടുകളാണ് നടുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയുള്ള തണ്ടുകൾ മുറിച്ച് കീഴ്ഭാഗവും മേൽഭാഗവും മുറിച്ച് നീക്കുന്നു. അതിനുശേഷം 2-3 മുട്ടുകളോട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മണ്ണ് നിറച്ച പോളിത്തീൻ കവറുകളിൽ ഒരു മുട്ട് മണ്ണിനടിയിൽ നിൽക്കത്തക്ക വിധം നടുന്നു. ഇങ്ങനെ നടുന്ന വള്ളികൾക്ക് തണൽ അത്യാവശ്യമാണ്. കൂടാതെ നല്ലതുപോലെ നനയും ആവശ്യമാണ്. ഇങ്ങനെ നട്ട കമ്പുകൾ വേര് പിടിച്ചു കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങുമ്പോൾ നടാവുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് നടുന്നതിന് ഏറ്റവും യോജിച്ച സമയം. തിരികളോടുകൂടി പറിച്ചെടുക്കുന്ന കുരുമുളക് കുലകൾ കൂട്ടിയിട്ട് ഒരു ദിവസം ചാക്കുകൊണ്ട് മൂടിയിടുന്നു. പിന്നീട് നെല്ല് മെതിക്കുന്നത് പോലെ മെതിച്ച് മുളകുമണികൾ വേർതിരിക്കുന്നു. ഇങ്ങനെ വേർതിരിക്കുന്ന കുരുമുളക് വൃത്തിയുള്ള സ്ഥലത്ത് നിരത്തി വെയിലിൽ ഉണക്കിയെടുക്കുന്നു. 2 ദിവസം വെയിലത്തിടുന്നു. നല്ലതുപോലെ ഉണങ്ങിയ കുരുമുളകിന് നല്ല കറുത്ത നിറമായിരിക്കും. ഉണക്കിയ മുളക് ഈർപ്പം തട്ടാതെ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കുരുമുളകിൻ്റെ പുറത്തെ കറുത്ത തൊലി നീക്കം ചെയ്താണ് വെളുത്ത കുരുമുളക് ആക്കുന്നത്. കഫം, പനി ഇവയെ ഇത് ശമിപ്പിക്കും. അഷ്ടചൂർണത്തിലെ ഒരു ഘടകമാണ്. കഫം ശമിപ്പിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും കുരുമുളക് നല്ലതാണ്. അനേകം ഇനത്തിൽപ്പെട്ട കുരുമുളകുകളുണ്ട്. നാരായക്കുടി, കരിമുണ്ടി, കൊറ്റനാടൻ, പെരുങ്കൊടി, വലിയ കാണിയക്കാടൻ, ചെറിയ കാണിയക്കാടൻ, കുതിരവാലി, നിലമുണ്ടി, കുതിരവെള്ള തുടങ്ങിയവ. ചരിത്രാതീത കാലം മുതൽക്കേ കേരളത്തിൽ കുരുമുളക് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. റോമാക്കാരും യവനരും പേർഷ്യക്കാരും കുരുമുളക് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ക്രിസ്തുവിന് ഏകദേശം 3000 വർഷം മുമ്പേ ആയിരിക്കണം എന്ന് കരുതുന്നു. ആദ്യകാലങ്ങളിൽ ഒരു ഔഷധമായി ഉപയോഗിച്ചിരിക്കാമായിരുന്നു ഇത്. പിന്നീട് ദൈനംദിന ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കണം. റോമാ സാമ്രാജ്യകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന വിഭവങ്ങളിൽ ഏറ്റവും വിലപിടിച്ചതായിരുന്നു കുരുമുളക്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല, മലേഷ്യ, തായ്ലൻഡ്, ഐവറി കോസ്റ്റ്, ജമൈക്ക, ട്രോപ്പിക്കാന, ബ്രസീൽ, ശ്രീലങ്ക, വിയറ്റ്നാം, ചൈന എന്നീ രാജ്യങ്ങളിൽ കുരുമുളക് കൃഷി ചെയ്യുന്നു. എന്നിരുന്നാൽ കൂടി ലോകത്തിൻ്റെ ആവശ്യകതയുടെ 50% നൽകപ്പെടുന്നത് ഭാരതമാണ്. കുരുമുളകിനെക്കുറിച്ച് ഭാരതത്തിൽ സഞ്ചരിച്ചിരുന്ന സഞ്ചാരികൾ അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വിഭവങ്ങളിൽ താളിക്കാനും രുചി കൂട്ടാനും ഇത് ഉപയോഗിക്കുന്നു. ജലദോഷം, ചുമ എന്നിവയ്ക്ക് കഷായമായി ഉപയോഗിക്കാം. കുരുമുളക്, കൽക്കണ്ടം, ചുക്ക് എന്നിവ ചേർത്ത് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്നവരുമുണ്ട്. തൊണ്ടവേദന, ശബ്ദമടപ്പ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഫലപ്രദമാണ്. ശരീരവേദന, വിറയൽ, പിരിമുറുക്കം എന്നിവ കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കാച്ചി തേച്ചാൽ പക്ഷാഘാതം, വിറവാതം, ചൊറി, നീർക്കെട്ട് തുടങ്ങിയവയ്ക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇത് കറികൾ, സൂപ്പുകൾ എന്നിവയിൽ ചേർക്കാം. ചുമ, ജലദോഷം, അസിഡിറ്റി തുടങ്ങിയവയ്ക്ക് കഷായം ചായ രൂപത്തിലും ഉപയോഗിക്കാം. കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും
കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും ആയുർവേദത്തിൽ പ്രയോഗങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇരിക്കുന്നതിനാൽ ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.